ഹായ് ഗായ്സ്, ഈ ക്ലാസ്സിൽ എമർജൻസി പ്രൊവിഷൻസിനെ കുറിച്ചാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ 3 തരത്തിലുള്ള എമർജൻസി ഉണ്ട്: നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. The Constitution of India gives President the authority to declare 3 types of emergency: national emergency, state emergency and financial emergency. Emergency provisions in India are borrowed from Weimar Constitution of Germany. ജർമ്മനിയിലെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതിൽ നിന്നാണ് നമ്മൾ എമർജൻസി പ്രൊവിഷൻസ് അഡോപ്റ്റ് ചെയ്തത്. ദി കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി, ആർട്ടിക്കിൾ 356 പ്രകാരം സ്റ്റേറ്റ് എമർജൻസി, സ്റ്റേറ്റ് എമർജൻസിയുടെ വേറൊരു പേരാണ് പ്രസിഡൻഷ്യൽ റൂൾ, ആർട്ടിക്കിൾ 360 സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി. ഇനി നമ്മളിത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. നാഷണൽ എമർജൻസി under article 352, if the president is satisfied that there exists a grave situation wherein the security of the country is threatened on the grounds of war, external aggression or armed rebellion, he can proclaim emergency on that fact. എക്സ്റ്റേണൽ വാറോ എക്സ്റ്റേണൽ അഗ്രഷനോ ഒരു ആംഡ് റെബല്യനോ കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് പ്രസിഡന്റിന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാബിനറ്റിൻ്റെ റിക്വസ്റ്റ് പ്രകാരം പ്രകാരം പ്രസിഡന്റ് പറയും വി ക്യാൻ പ്രൊക്ലെയിം ആൻ എമർജൻസി, നാഷണൽ എമർജൻസി എന്ന് പറയും. പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർ എമർജൻസി ഓൺലി ഓൺ ദ റിട്ടൺ അഡ്വൈസ് ഓഫ് ദി ക്യാബിനറ്റ്. ക്യാബിനറ്റ് പറയുന്നത് വഴി മാത്രമായിരിക്കും പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എമർജൻസി, നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. നാഷണൽ എമർജൻസിയുടെ സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി ഈ നാഷണൽ എമർജൻസിയുടെ എഫക്ട്സ് ആണ് ഞാൻ ഓരോന്ന് പറയാൻ പോകുന്നത്. ഓൺ എക്സിക്യൂട്ടീവിൻ്റെ നാഷണൽ എമർജൻസിയിൽ എക്സിക്യൂട്ടീവിനെ എന്തൊക്കെ ബാധിക്കും? ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ നോട്ട് ഡിസ്മിസ്ഡ്, ദേ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ്. നാഷണൽ എമർജൻസിയുടെ സമയത്ത് ഓരോ സ്റ്റേറ്റിലും ഓരോ ഗവൺമെൻറ് ഉണ്ടാകും, അവർക്കൊന്നും സംഭവിക്കില്ല, അവരെന്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബട്ട് ദേ ആർ ബോട്ട് അണ്ടർ ദി എഫക്റ്റീവ് കൺട്രോൾ ഓഫ് ദ സ്റ്റേറ്റ് സെൻറ്റർ. അതായത് പക്ഷേ അങ്ങനെ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ പോലും, അല്ല അവർ പിരിച്ചുവിടുകയില്ലെങ്കിൽ പോലും അവരെ ഒരു ടോട്ടൽ കൺട്രോളിലേക്ക്, ഒരു എഫക്റ്റീവ് കൺട്രോളിലേക്ക് സ്റ്റേറ്റ് സെൻറ്റർ കൊണ്ടുവരും. വിച്ച് അസ്യൂംസ് ദാറ്റ് ദ പവർ ടു ഗീവ് ഇൻസ്ട്രക്ഷൻ ടു സ്റ്റേറ്റ് ഗവൺമെൻറ് വിച്ച് ഷാൽ അബൈഡ് സച്ച് ഡയറക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഓരോ തരത്തിലുള്ള ഡയറക്ഷൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കും, അത് അവർ എന്തായാലും കർക്കശമായി ഫോളോ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് ശരിക്കും നാഷണൽ എമർജൻസിയുടെ സമയത്ത് ഒരു സ്റ്റേറ്റിൽ. ഇനി ലെജിസ്ലേച്ചറിൻ്റെ ഇതിൽ ഓൺ ലെജിസ്ലേച്ചർ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ആൻഡ് ലെജിസ്ലേറ്റ്. അവർ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ബട്ട് ദ പാർലമെൻറ്റ് അസ്യൂംസ് concurrent legislative power on state subject and law which enacted by the parliament shall cease to operate and the expiry of 6 months after revocation of national emergency to the extent of incompetency. അതായത് അത്ര ഓർത്ത് വെച്ചാൽ മതി. ലെജിസ്ലേച്ചറിന് അവിടെ അവർക്ക് ഓഫീസ് തുറന്ന് അവർക്ക് പ്രവർത്തിക്കാനുള്ള, അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സബ്ജക്ട്സും ചില കാര്യങ്ങളൊക്കെ എഫക്ട്സ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വരും, അല്ല കൺകറന്റ് ലിസ്റ്റ് അതുപോലുള്ള കാര്യങ്ങൾ ഓരോ ചെറിയ സ്റ്റേറ്റ് ലിസ്റ്റിൽ അവർക്ക് ഇടപെടാനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ എമർജൻസിയുടെ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ഫിനാൻഷ്യൽ റിലേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ പ്രസിഡന്റ് ക്യാൻ സസ്പെൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അതായത് ഒരു സെൻട്രൽ നിന്ന് സ്റ്റേറ്റിലേക്ക് കൊടുക്കുന്ന ആ ഒരു റവന്യൂ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട് ഓൺ എ മാറ്റർ ഓഫ് നാഷണൽ എമർജൻസിയുടെ സമയമാണെങ്കിൽ. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റിന് ആർട്ടിക്കിൾ 358 ഡീൽസ് വിത്ത് ദ സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ആർട്ടിക്കിൾ 19, while 359 deals with the suspension of other fundamental rights except the guaranteed by 20 and 21. 20 and 21 പറഞ്ഞിരിക്കുന്ന ആക്ട് ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലാതെ ബാക്കി ഏത് ആക്ട് ആണെങ്കിൽ പോലും ബാക്കി ഏത് റൈറ്റ്സ് ആണെങ്കിൽ പോലും സസ്പെൻഡ് ചെയ്യാം. ആർട്ടിക്കിൾ 358 പ്രകാരം ആർട്ടിക്കിൾ 19 പറഞ്ഞിരിക്കുന്ന എല്ലാ ഫ്രീഡംസും സസ്പെൻഡ് ചെയ്യാം നാഷണൽ എമർജൻസിയുടെ സമയത്ത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 359 പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ബാക്കി എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും സസ്പെൻഡ് ചെയ്യാം എക്സെപ്റ്റ് 20 and 21. 20 and 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ വൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ്. അതായത് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വെൻ ഹി ബ്രേക്സ് എ ലോ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ഏത് ഫണ്ടമെൻ്റൽ റൈറ്റ് വേണമെങ്കിലും സസ്പെൻഡ് ചെയ്യാമെന്നാണ് ആർട്ടിക്കിൾ 359 പറയുന്നത്. ഓക്കെ, അടുത്താണ് സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി അടുത്താണ് സ്റ്റേറ്റ് എമർജൻസി. സ്റ്റേറ്റ് എമർജൻസി പ്രസിഡൻഷ്യൽ റൂൾ എന്ന് പറയും. അണ്ടർ ആർട്ടിക്കിൾ 356 the president is satisfied on a report of a governor or otherwise that there exists a great emergency while the administration of state cannot be continued in the accordance with the provisions of the constitution. അതായത്
ഗവർണറിന് പ്രസിഡന്റിന് കത്തയക്കുവാണ് ഈ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഗവർണർ കത്തയക്കും, പ്രസിഡന്റ് കത്തയക്കും. അപ്പോൾ പ്രസിഡന്റ് അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസിഡന്റിന് ആ സ്റ്റേറ്റിൽ ഒരു പ്രസിഡൻഷ്യൽ റൂൾ പ്രഖ്യാപിക്കാം. അതുപോലെ തന്നെ വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് സ്വയം തോന്നുവാണ് ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസ് ഫോളോ ചെയ്യുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസിനെ ഓവർഷാഡോ ചെയ്യുകയാണ്, അല്ലാണ്ട് അങ്ങനെയുള്ള ഒരു രീതി വരുവാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, പ്രസിഡൻഷ്യൽ റൂൾ അവിടെ പ്രഖ്യാപിക്കാം എന്നുള്ളതാണ്. ഇനി അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ എക്സിക്യൂട്ടീവിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് ഡിസ്മിസ്ഡ് ആൻഡ് ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് സ്റ്റേറ്റ് ഈസ് എക്സസൈസ്ഡ് ബൈ ദ സെൻട്രൽ. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇല്ല അവിടെ. സോ സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവർ എല്ലാം ഡിസ്ചാർജ് ചെയ്യുന്ന സെൻറ്റർ ആയിരിക്കും. ഇനി ലെജിസ്ലേച്ചറിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഡസ് നോട്ട് ഫങ്ഷൻ ദ ലെജിസ്ലേച്ചർ, സ്റ്റേറ്റ് അസംബ്ലി ഈസ് അതർ സസ്പെൻഡഡ് ഓർ ഡിസോൾവ്ഡ്. സ്റ്റേറ്റ് അസംബ്ലീസ് അപ്പോൾ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പിരിച്ചുവിടുകയോ ചെയ്യുകയാണ്. ഫിനാൻഷ്യൽ റിലേഷൻ്റെ കാര്യത്തിൽ ദർ ഇസ് നോ എനി ഇമ്പാക്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സെൻട്രൽ ചെയ്യുന്ന സ്റ്റേറ്റിലേക്കുള്ള ആ ഒരു ഫിനാൻഷ്യലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫൈനാൻസിൻ്റെ കാര്യത്തിലുള്ള ആ ഒഴുക്കൊന്നും നഷ്ടപ്പെടുകയൊന്നുമില്ല സ്റ്റേറ്റ് എമർജൻസിയുടെ സമയത്ത്. ദർ ഇസ് നോ എനി ഇമ്പാക്ട് ഓൺ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഇനി അടുത്താണ് ഫിനാൻഷ്യൽ എമർജൻസി. ഫിനാൻഷ്യൽ എമർജൻസി പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 360 ഇഫ് ദ പ്രസിഡന്റ് ഈസ് ടു സാറ്റിസ്ഫൈ ദാറ്റ് എ സിറ്റുവേഷൻ ഹാഡ് അറൈസൺ വെയർ ബൈ ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി or credit of India or any part of the territory thereof is threatened, he may be make a declaration of that effect. അങ്ങനെ അതായത് ഇന്ത്യയിലൊരു സാമ്പത്തികമായി ഒരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും പ്രസിഡന്റ് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തികപരമായ വലിയൊരു ഞെരുക്കം നമ്മൾ അനുഭവപ്പെടുവാണെന്ന് പ്രസിഡന്റ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡന്റിന് ആർട്ടിക്കിൾ 360 പ്രകാരം ഫിനാൻഷ്യൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. ആൻഡ് ഈ ഒരു ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ എമർജൻസി ഹാസ് ബീൻ നെവർ ഇമ്പോസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇതുവരെ ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറഞ്ഞ ഒരു പ്രൊവിഷൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെയും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ 3 തരത്തിലുള്ള എമർജൻസി ആണുള്ളത്. നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352, സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356, നമ്മൾ പ്രസിഡൻഷ്യൽ റൂൾ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് 360 ഫിനാൻഷ്യൽ എമർജൻസി. ഓക്കെ, താങ്ക് യു.